ഹലോ ബാഹുലണ്ണ. രഘുവേ, നീ എന്താ അവിടെ കിടക്കുന്നത്? ഇങ്ങനീറ്റോ വയ്യണ്ണ, ഇങ്ങനീറ്റോ. ഭയങ്കര ക്ഷീണം. ക്ഷീണിക്കാനും മാത്രം നീ എന്തേരം അവിടെ കിടന്ന് ചെയ്ത്? വാ, എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? നീ വാങ്ങിയോ, നിന്നെ കാണാൻ ടിക്കറ്റ് എടുക്കണം അവിടെ. വയ്യായിരുന്നണ്ണ, കിടപ്പായിരുന്നു വീട്ടിൽ. വീട്ടിലല്ലാതെ ഞങ്ങളെല്ലാം വയ്യാതെ കാട്ടിലാണ് കിടക്കുന്നത്. അല്ലണ്ണ, പനിയായിരുന്നു. എന്തേലും പനി നിനക്ക്? ഫോൺ എടുക്കാൻ നിന്റെ കൈക്കാണോ പനി? ഇല്ല ഇല്ല, ചള്ള പനിയണ്ണ. എൻ്റെ വായിരിക്കുന്നത് നീ കേൾപ്പിക്കരുത്. അത് തന്നെ ഞാൻ എടുക്കാത്തത്. എനിക്ക് ചള്ളു പനി പിടിച്ച് അവിടെ കിടക്കുന്നു. എൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ ഫോൺ എടുത്താൽ നിങ്ങൾ തെറി വിളിക്കും. എടാ, നീ പൈസ തരാത്ത എന്താ ഇറക്ക? നീ എന്തേലും അഭ്യാസം കാണിക്കുന്ന? ഡാ ഇങ്ങോട്ട് നോക്കടാ, വാ തുറന്നു വല്ലതും പറഞ്ഞ. നീ എന്തേലും കാണിക്കുന്ന? പറഞ്ഞ പട്ടി. നീ എന്ത് പിച്ചലാട്ടം കാണിക്കുന്ന? വീട്ടിൽ ചെന്നാൽ അവിടെ ഇല്ല, ജംഗ്ഷനിൽ ചെന്നാൽ അവിടെ ഇല്ല, ഫോൺ വിളിക്കാൻ എടുക്കത്തില്ല. നീ പറ, ഞാൻ എന്തേലും തെറ്റ് ചെയ്ത്? നിനക്ക് പൈസ തന്നതാ? പറ്റിക്കണാടാ നീ എന്നെ. അണ്ണാ അങ്ങനെ പറയല്ല അണ്ണാ. അണ്ണാ പൈസക്കേ ഉള്ള കേട്ടണ്ണ. ഞാൻ നിങ്ങൾ ഇന്നാന്നല്ലേ കാണാൻ തുടങ്ങിയണ്ണ. അല്ലടാ, നീയും ഞാനും തമ്മിൽ കണ്ടിട്ട് 6 മാസമായി, അറിയാവോ? അണ്ണാ അതിന് എത്ര ദിവസമായി അണ്ണാ ഞാൻ പഠിക്കുക വിട്ട്? എൻ്റെ കൂടെ ചല്ല പനിയും കയറി വന്നിട്ട് ഞാൻ തരികയാണ്. ഇന്ന് അല്ലാതെ നിങ്ങളെ ഞാൻ ഇന്നുവരെ പരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അടുത്ത ആഴ്ച പൈസ തരും പോരെ? അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. നീ ഇത് കുറേ ആയല്ല പറയുന്നത്, പല അവധികളായി. അണ്ണാ ഗുരുവായൂരപ്പനാണ് അടുത്ത ആഴ്ച പൈസ തരും. അണ്ണാ നമ്മൾ രമണൻ്റെ വീട്ടിൽ റബ്ബറിന് കുഴി വെട്ടാൻ വിളിച്ചിട്ടുണ്ട്. മറ്റന്നാൾ തുടങ്ങും, അപ്പോഴെടുക്കാം. അമ്മച്ചേട്ടൻ എടുക്കാം. നീ അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം പറ, അറിഞ്ഞിട്ടേ ഞാൻ പോന്നോളൂ. ദിവസം ശനിയാഴ്ച തരാം. ശനിയാഴ്ച തരാം, ഉറപ്പ് തരാണ്ണ. ശനി നാളെ അല്ലേ? അത് ഈ ആഴ്ചത്തെ ശനി, അടുത്ത ആഴ്ചത്തെ ശനി തരാണ്ണ. അടുത്ത ശനിയാഴ്ച വരെ ഞാൻ കാക്കും. പറഞ്ഞേ, അത് കഴിഞ്ഞ രഘു നിൻ്റെ ശനി തുടങ്ങും, പറഞ്ഞേക്കാം. അണ്ണ എന്തേലും വരട്ടാണോ? നിങ്ങളിന്ന് എന്തെങ്കിലും തന്നില്ലെങ്കിൽ എന്നെ അടിക്കുമോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിച്ചു ഓടിയിട്ടണ്ണ. നിങ്ങൾ അടിച്ചു ഓടിച്ചാൽ മതി, പിന്നെ അല്ലാതെ അങ്ങനെ നിങ്ങൾ പറയണ്ട. ഡേയ്, ഞാൻ നിന്നെ അടിക്കാനും വരുന്നില്ല, പിടിക്കാനും വരുന്നില്ല. അടുത്ത ശനിയാഴ്ച കഴിയുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലോട്ടങ്ങ് വരും, ചട്ടിയും കലമായിട്ട് വെച്ചും വേവിച്ചും അവിടെ താമസിക്കും. രഘു, ഞാൻ പെട്ട് നിൽക്കുക. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. അണ്ണ അണ്ണൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം കേട്ടോ. എടുക്കാം അണ്ണ, ധൈര്യമായിട്ട് പോകാം. നിൻ്റെ വീട്ടുമുറ്റത്തെ പ്ലാവണോ ഇപ്പോൾ ഉണ്ടല്ലോ? അതിന് വെട്ടി മുറിക്കാനാ? നീ ഇപ്പോൾ പോയി റബ്ബറിന് കുഴി എടു. നിന്നെക്കൊണ്ട് ഒരു കുഴി കൂടെ ഞാൻ എടുപ്പിക്കും, എന്നെ വെട്ടി മൂടാൻ. ആ പ്ലാവിൽ ഞാൻ തൂങ്ങും, നോക്കിയോ. എല്ലാം കൊണ്ട് ഞാൻ പെട്ട് നിൽക്കുകയാണ്. വെള്ളിയോട് വെള്ളി 8, 8 1 9, 9 ദിവസം കഴിഞ്ഞ് കിട്ടും. വെള്ളിയോട് വെള്ളി 8, 8 1 9. 9 ദിവസം ഇനി പേടിക്കണ്ട.